എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദാണ്. അപ്പോൾ ഹൈദരാബാദത്തെ ഡേ 1 ആണിത്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ പയ്യെ വരും. അപ്പം നമ്മളൊരു ചാർമിനാറൊക്കെ കാണാൻ പോവാണ് കേട്ടോ. അപ്പം ഒന്ന് കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചാർമിനാർ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഓട്ടോറിക്ഷ ഇപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോവ് സ്റ്റേഴ്സ് പറഞ്ഞതാണ് കേട്ടോ. ഗച്ചിബൗളിയിലുള്ള കോവ് സ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷനാണിത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പുറത്ത് അപ്പോൾ നമ്മളിനിപ്പോൾ നമ്മൾ ഓട്ടോ വരാൻ കാത്തിക്കാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോ കയറിയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചാർമിനാറിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ ചാർമിനാറിലേക്കാണ് നമ്മൾ പോണത്. ഇതാണ് ഒരു ഗേറ്റ്. ഉള്ളോട്ട് പോകാൻ പോവാണ്. രണ്ട് സൈഡിലും കുറേ വീടുകളും നല്ല തിരക്കുമാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ തിന്നുന്ന പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതാ കാണുന്നതാണ് ചാർമിനാർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോണത്. നല്ല തിരക്കാണ് കേട്ടോ. കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിനേക്കാളും വലിയ തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കയറട്ടോ കേട്ടോ. കുറേ ആൾക്കാർ കയറിക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കയറണം. അപ്പോൾ നടുവിൽ കണ്ട ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് സെൻറ്ററിൽ കൂടെ നേരെ നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ സ്റ്റെപ്പൊക്കെ വരുന്നത്. അപ്പോൾ മുകളിൽ 4 മിനാരുണ്ട്. അതാണ് ഇന്ന് ചാർമിനാറിന് പേര് വരാൻ കാരണം. അപ്പൊ ഞമ്മളെ എൻട്രൻസിലേക്ക് പോവാണ്. ഇവിടെ കണ്ട കൊറേ വാച്ചുകൾ ഡ്രസ്, വാച്ച്, കൊറേ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ.
പിന്നെ അതേപോലെ എൻട്രി ടിക്കറ്റിന് ടൈം ഉണ്ട് കേട്ടോ. 9 AM to 5:30 PM വരെയാണ് ടിക്കറ്റ് എടുക്കാനുള്ള ടൈം. സോ ഇവിടെ കയറിയപ്പോ സെക്യൂരിറ്റി പറഞ്ഞു ബാഗും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല കേട്ടോ, വെക്കണം ബാഗൊക്കെ. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ക്ലോക്ക് റൂമിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ചാർമിനാറിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം ഇനി ഇതിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. മുകളിലേക്ക് അവിടെയാണ് വേലി, അതിലാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത്. അപ്പം ഇതിൻ്റെ താഴെയൊക്കെ ഉൾഭാഗം നമുക്ക് കണ്ടിട്ട് വേണം മുകളിലേക്ക് കയറാൻ. അപ്പം ഇതാണ് ഇതിൻ്റെ താഴെ ഭാഗം കേട്ടോ. 4 സൈഡും പുറത്തേക്ക് കാണുന്ന രീതിയിലാണ്. 4 മിനാരത്തിൻ്റെ ഒരു ഭാഗം തൂണ് പോലെയാണ് കേട്ടോ 4 സൈഡിലുള്ളത്. അപ്പോൾ ഓരോ സൈഡിൽ സംഭവമുണ്ട്. പിന്നെ 4 സൈഡ് നോക്കുകയാണ് ഫുള്ള് സെക്യൂരിറ്റി പോലീസൊക്കെ ആണ് കേട്ടോ. ഫുള്ള് പോലീസ് ബസ്സും പോലീസ് വണ്ടിയും എല്ലാം ആണ്. അപ്പോൾ ഇതിൻ്റെ മുകൾഭാഗം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കയറിയാൽ ആ സൈഡിലുള്ള ഹോൾസ് കൂടെ ഒക്കെ താഴേക്ക് നോക്കാം. കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ മുകളിലേക്ക് കയറാൻ. കുറേ ആളുണ്ട്. അപ്പം നമ്മളത് ക്യൂ നിൽക്കുകയാണ്. ഒരാൾക്ക് മാത്രം കയറാൻ വീതിയുള്ള സ്റ്റെപ്പാണ്. അതാണ് ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ. ഒരു സമയം ഒരാൾക്ക് അതിൽ കയറാൻ കഴിയും. അതും പിന്നെ തീരെ ഹൈറ്റൊന്നുമില്ല, വലിയ സ്റ്റെപ്പാട്ടോ. മുകൾ ഭാഗം തീരെ ഹൈറ്റില്ല, തലൊക്കെ മുട്ടാൻ ചാൻസ് ഉണ്ട്. സ്റ്റെപ്പ് നല്ല വലിയ സ്റ്റെപ്പാണ്, കാല് വെച്ചിട്ടും എത്തില്ല കേട്ടോ. നല്ല ക്യൂ ആണ് കയറാൻ. ഇത്രയും വലിയ സ്റ്റെപ്പാണ്. ഹൈറ്റ് നല്ല കുറവാണ് കേട്ടോ. തലൊക്കെ മുട്ടും. ഉപ്പൻ്റെ തല മുട്ടും. കുഞ്ഞിനെ കയറണം ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുകളിലെത്തി. ഇതാണ് മുകളിലുള്ള വ്യൂ. हिला धारा हिला हिला
സ്റ്റെപ്പ് കയറാൻ കുറച്ച് കഷ്ടപ്പാടാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ പറഞ്ഞു പുറത്തേക്കുള്ള ഈ അറ്റത്ത് നമ്മൾ താഴേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രാവൊക്കെ അതെ, 2 പ്രാവ്. ഇതിൻ്റെ ആ സൈഡുകളിലൊക്കെ അറബിയിൽ ഓരോന്ന് എഴുതിക്കണം. മുഹമ്മദ് നബിനൊക്കെ എഴുതിക്കണം. ചുറ്റുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതൊക്കെ ചെറിയൊരു ഇതാണ്. ഇപ്പോൾ കുനിഞ്ഞു പോണ ഇതിൻ്റെ അടി കൂടിയൊക്കെ. ഏറ്റവും ടോപ്പിൽ ഇന്ത്യൻ്റെ കളി. ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാനോ ഉള്ളൂ, വേറെ വലിയൊന്നുമില്ല. അടിപൊളിയാണ് കാണാൻ. പഴയ മോഡൽ സ്റ്റൈൽ വർക്കൊക്കെ. ഇവിടെ പെർ ഹെഡ് 25 റുപ്പീസാണ്. ഫ്രണ്ട്സ്, അപ്പം ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചാർമിനാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചാർമിനാർ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ ഇപ്പോൾ ഇത് മക്കാ മസ്ജിദാണ് കേട്ടോ മുമ്പിലുള്ളത്. അപ്പോൾ ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയാണ് മക്കാ മസ്ജിദ്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ മക്കാ മസ്ജിദ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മക്കാ മസ്ജിദിലാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കും ബാഗൊന്നും അല്ല, അവിടെ അല്ല. പിന്നെ ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയാണ്. ചാർമിനാർ അതാ അവിടെ, മക്കാ മസ്ജിദ് ഇവിടെ. പിന്നെ നടുവിലൊരു വലിയ പോണ്ട പോലെ ഉണ്ട് കേട്ടോ, ഉള്ളൊക്കെ എടുക്കാൻ പറ്റിയ. അപ്പോൾ ഇവിടെ ലോക്കറിൽ ബാഗ് വെക്കണം, എന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പുറത്ത് ഇവിടെ ചെരുപ്പ് ഷൂ ഒക്കെ അയച്ചിടണം. അപ്പോൾ നമ്മളിവിടെ അയച്ച് നിൽക്കുകയാണ്. ഇവിടെ അയച്ചിട്ട് വേണം നേരെ പോകാൻ. അപ്പോൾ യാമിയൊക്കെ അത് അവിടെ ഷൂ അയക്കുന്നുണ്ട്. അപ്പോൾ അയച്ചിട്ട് അവിടെ നിരത്തി വെക്കാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് നേരെ ഉള്ളിൽ കയറാം. അപ്പോൾ അയ്യൊക്കെ അതാ നേരെ ചെരുപ്പൊക്കെ ഊരിയിട്ട് പോവാ കേട്ടോ നടന്നിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ ഇപ്പോൾ ഇശാ നിസ്കാരത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചാർമിനാറൊക്കെ ഫുള്ളും കണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിംഗ് ഉണ്ടാവും പറഞ്ഞു. അതാണ് രാത്രി വരെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസം ലൈറ്റിംഗ് നടത്തില്ല. അപ്പോൾ നമ്മൾ ചാർമിനാർ ഫുള്ളും കണ്ട വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.
കാര്യങ്ങൾ നമ്മൾ